നിങ്ങൾക്ക് കാർഗിലിനെ പറ്റി അറിയാമായിരിക്കും. നമ്മുടെ 540ഓളം ജവാന്മാരാണ് ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ കൊടുത്തത്, ഈ മഹാരാജ്യത്തിന് വേണ്ടി. അതേപോലെ ഏകദേശം 1700ഓളം ജവാന്മാരാണ് ഇഞ്ചുവേർഡ് ആയത്. ഇപ്പൊ കാർഗിൽ ദിവസവുമായി ബന്ധപ്പെട്ട് ഈ ജവാന്മാർ പല ആൾക്കാരും ജീവിച്ചിട്ടുള്ള പല ആൾക്കാരും ഇഞ്ചുവേർഡ് ആയിട്ടുള്ളത് ഇന്ത്യയുടെ പല ഭാഗത്തിൽ അസംബിൾ ചെയ്യാറുണ്ട്. അവരുടെ ആ കാര്യങ്ങൾ, ഇഞ്ചുറി ഉണ്ടായ സംഭവം, അവരുടെ യൂണിറ്റും റെജിമെൻറ്റും ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് അവിടെ വെച്ച് ഒരു പ്രാവശ്യം അത് വിവരിക്കുന്ന ചടങ്ങിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. കാരണം രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്ര സേവനം നടത്തി ഇഞ്ചുറി ആയവരാണ്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഹരിയാനയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാർഗിലുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഹരിയാന റിപ്പോർട്ടിങ്ങുമായിട്ട് പോകുമ്പോൾ ഈ ജവാന്മാരുടെ ശവശരീരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ വില്ലേജുകളിൽ, അപ്പം അവിടെയൊക്കെ കണ്ടൊരു രാഷ്ട്രസ്നേഹമുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹാരാജ്യത്തെ പറ്റി സൂടാപ്പികൾക്കും ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകൾക്കൊന്നും അറിയത്തൊന്നുമില്ല. അവിടെ ചെന്നേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം അത് നേരിട്ട് കണ്ട അനുഭവമുണ്ട്. കാരണം അപ്പോഴും അവരുടെ കുടുംബത്തിന് അതിലൊക്കെ പങ്കെടുത്ത് അവർ തന്നെ ജയ് ഹിന്ദും ഭാരത് മാതാ കി ജയ് പറയുന്നതും ഇന്ത്യയുടെ കൂടാണ് അവർ നിൽക്കുന്നത്.